വേടനെതിരെ ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ പരാതിയുമായിട്ട് രംഗത്ത് വന്നു. അവർ അതിൻ്റെ മൊഴിയും നൽകിയിട്ടുണ്ട്. അത് നമുക്ക് കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ട്. അതായത് പോലീസ് മുമ്പാകെ ഇന്നലെ രാത്രി 9 മണിക്ക് ഡോക്ടർ ഹാജരായി. അവിടുത്തെ വനിതാ SIയുടെ മുമ്പാകെ മൊഴി കൊടുത്തു. എന്നിട്ട് രാത്രി ഒരു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി രാത്രി ഒരു 12 മണിയോടെ അർദ്ധരാത്രിയോടെയാണ് വേടനെതിരെ FIR ഇട്ടത്. FIRൻ്റെ കേസ് നമ്പർ ക്രിമിനൽ നമ്പർ 531/2025 കേസെടുത്തു. സെക്ഷൻ BNS 376(2) ആണ് വകുപ്പ്. അപ്പോൾ എന്താണ് ഈ ഡോക്ടർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്? അത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഒരു മാധ്യമവും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ ഫുൾ ടെക്സ്റ്റ് എന്താ, നമ്മൾ കുറച്ച് ഭാഗം മറച്ചു വെക്കും, ഡോക്ടറുടെ പേര്, അവരുടെ അഡ്രസ്സ്, ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അവരെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള അവരുടെ മൊഴി അതേപോലെ വായിക്കാൻ പോകണം. കോട്ടയം ജില്ല, കോട്ടയം താലൂക്ക്, പഞ്ചായത്ത്, വില്ലേജ് റോഡിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിനടുത്ത് വീട്ടിൽ നിന്നും ഇപ്പോൾ തൃക്കാക്കര വില്ലേജ് ഭാഗത്ത് ഫ്ലാറ്റിൽ താമസിക്കുന്ന എൻ്റെ മകൾ 31 വയസ്സുള്ള ഡോക്ടർ, നമുക്ക് നിർഭയ എന്ന് വിളിക്കാം അല്ലേ? അതെ, ഡോക്ടർ നിർഭയ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഉപയോഗിക്കുന്നവർ ഡോക്ടർ നിർഭയ എന്നല്ല പേര്. നിർഭയ പൊതുവിൽ ഇത്തരം ഇരകൾക്ക് നൽകുന്ന പേരായതുകൊണ്ട് നിർഭയ എന്ന് ഞാനും നമ്മൾ വിളിക്കുകയാണ്. നിർഭയ 31 വയസ്സ്, 30/7/2025 വൈകിട്ട് 8 മണിക്ക് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. അതായത് നേരിട്ട് ഹാജരായി തത്സമയം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രീത ER പറയുന്ന മൊഴി. അങ്ങനെ ഒരു ടെലിഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ പരാതിക്കാരുടെ ടെലിഫോൺ നമ്പർ. അതിനുശേഷം മൊഴി ആരംഭിക്കുകയാണ്. എന്നെ ഹിരൺദാസ് മുരളി എന്നയാൾ 2021 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം ഞാൻ താമസിച്ചിരുന്ന കോഴിക്കോട് കോവൂരുള്ള ഫ്ലാറ്റിൽ വെച്ച്, പേര് ഹൈഡ് ചെയ്യുന്നു, ബലാത്സംഗം ചെയ്യുകയും പിന്നീട് വിവാഹം കഴിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് 2021 ഓഗസ്റ്റ് മാസം മുതൽ 2023 മാർച്ച് മാസം വരെ പലവട്ടം ഞാനുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടുകയും അതിനുശേഷം എന്നെ വിവാഹം കഴിക്കാതെ ഉപേക്ഷിക്കുകയും ചെയ്ത കാര്യം പറയുവാൻ വന്നതാണ്. ഞാൻ ഡോക്ടറാണ്. ഇപ്പോൾ എറണാകുളത്തുള്ള ഒരു സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറാണ്. എനിക്ക് അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഉണ്ട്. അവർ എല്ലാവരും ഡോക്ടർമാരാണ്. ഞാൻ 2019 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ PG ചെയ്തിരുന്നു. അവിടെ PG ചെയ്യുന്ന സമയത്താണ് 2001 ഏപ്രിൽ മാസത്തിൽ ഹിരൺദാസ് മുരളിയുമായി ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഞാൻ പരിചയപ്പെടുന്നത്. വേടൻ എന്നാണ് അവൻ അറിയപ്പെടുന്നത്. വേടൻ അവൻ്റെ ഇൻസ്റ്റാഗ്രാം ID-യായ വേടൻ വിത്ത് വേർഡിലൂടെ ഇട്ടിരുന്ന ഇൻ്റർവ്യൂകളും പാട്ടുകളും കണ്ട് ആകൃഷ്ടയായാണ് ഞാൻ വേടന് മെസ്സേജ് അയച്ചത്. പിന്നീട് ഞങ്ങൾ ഫോൺ നമ്പറുകൾ കൈമാറി. വേടൻ്റെ ഫോൺ നമ്പർ 799941142224 എന്നായിരുന്നു. എന്നെ ഇഷ്ടമാണെന്നും എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നും വേടൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ പരസ്പരം ഫോണിലൂടെ വിളിക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ കോഴിക്കോട് കോവൂരുള്ള ഫ്ലാറ്റിലെ ഇന്ന അപ്പാർട്ട്മെന്റിലായിരുന്നു താമസം. ഫ്ലാറ്റിൽ എൻ്റെ കൂടെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അവർ 2021 ജൂലൈ മാസം ആയപ്പോഴേക്കും എൻ്റെ ഫ്ലാറ്റിൽ നിന്നും മാറി. പിന്നീട് ഞാൻ തനിയെ ആണ് അവിടെ താമസിച്ചിരുന്നത്. വേടനെക്കുറിച്ച് എന്ന ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് പറയുവാനുണ്ടെന്നും എന്നെ കാണണമെന്നും 2021 ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം വേടൻ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു. ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല. ആ ദിവസം ഉച്ചയ്ക്ക് 1 മണിയോടെ വേടൻ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ വന്നു. ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റിനെ കുറിച്ച് എന്നോട് പറഞ്ഞു. ഫ്ലാറ്റിൻ്റെ ലിവിംഗ് റൂമിൽ നിലത്തിട്ടിരുന്ന ബെഡിൽ ഇരുന്നാണ് ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സംസാരത്തിനിടെ അവൻ എന്നെ കിസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അതിന് സമ്മതിച്ചു. പക്ഷേ പെട്ടെന്ന് അവൻ എന്നെ ബെഡിലേക്ക് തള്ളിയിട്ടു. എൻ്റെ സമ്മതമില്ലാതെ എന്നെ റേപ്പ് ചെയ്തു. അതിനുശേഷം എന്നെ വിവാഹം ചെയ്തു കൊള്ളാമെന്നും അവൻ പറഞ്ഞു. ഞാൻ വിശ്വസിച്ചു. അവൻ 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത് ആ ഫ്ലാറ്റിൽ നിന്ന്.
ഞാൻ അവനെ വളരെയധികം വിശ്വസിച്ചു. പിന്നീട് അവൻ എന്നെ സ്ഥിരം ഫോണിൽ വിളിക്കുമായിരുന്നു. അവൻ 2001 ഡിസംബർ മാസം 8-ാം തീയതി എൻ്റെ ഫോണിൽ വിളിച്ച് അവൻ്റെ പുതിയ പാട്ടിറക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ ചോദിച്ചു. ഞാൻ നെറ്റ് ബാങ്കിങ് വഴി എൻ്റെ HDFC ബാങ്ക് കോട്ടയം ബ്രാഞ്ചിലെ എൻ്റെ അക്കൗണ്ടായ നിന്ന് 8/12/2001 തീയതി തന്നെ അവൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് 10,000 രൂപ ഇട്ടുകൊടുത്തു. 2021 മുതൽ 2023 വരെ പലവട്ടം അവൻ എന്നോട് വിവിധ ആവശ്യങ്ങൾ പറഞ്ഞ് രൂപ ആവശ്യപ്പെടുകയും ഗൂഗിൾ പേ വഴി എൻ്റെ നമ്പറിൽ നിന്ന് വേടൻ്റെ നേരത്തെ പറഞ്ഞ നമ്പറിലേക്ക് 16,000 രൂപയുമായി ആകെ 31,000 രൂപ ഞാൻ അവന് അയച്ചു കൊടുത്തിട്ടുണ്ട്. പലവട്ടം അവൻ ആവശ്യപ്പെട്ടിട്ട് അവൻ്റെ ട്രെയിൻ ടിക്കറ്റ് ഞാനാണ് ബുക്ക് ചെയ്ത് കൊടുത്തത്. പല പ്രാവശ്യമായി 8,356 രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2028 മാർച്ച് 30-ാം തീയതി രാത്രി 10 മണി കഴിഞ്ഞ് വേടൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നു. അന്ന് അവൻ ഡ്രഗ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിക്കണം, നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കണം. അന്നും അവൻ ഞാനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായി. 3 ദിവസം അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് 22/6/2022 അവൻ എൻ്റെ അടുത്ത് അവൻ്റെ ഫ്രണ്ടായ ബിജീഷ് എന്നയാളുമൊത്ത് വന്നിരുന്നു. 5 ദിവസം കഴിഞ്ഞാണ് അവർ പോയത്. ആ ദിവസങ്ങളിലും ഞങ്ങൾ തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. 2028 ജൂൺ മാസം അവസാനത്തോടെ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. PG വിദ്യാർത്ഥിയാണല്ലോ. ക്ലാസ് കഴിഞ്ഞ് ഞാൻ കോട്ടയത്തുള്ള വീട്ടിലേക്ക് പോന്നു. 2/8/2022 ജോലി സംബന്ധമായി ഞാൻ എറണാകുളം ഇന്ന സ്ഥലത്തുള്ള ഫ്ലാറ്റിൽ താമസിച്ചു തുടങ്ങി. വേടൻ ആ മാസം തന്നെ എന്നെ ആ ഫ്ലാറ്റിലേക്ക് കാണാൻ വന്നു. കുറച്ച് ദിവസം താമസിച്ചിട്ടാണ് പോയത്. വന്ന പുള്ളി അവിടെ കുറേ ദിവസം താമസിച്ചിട്ടേ പോകത്തുള്ളൂ. ആ ദിവസങ്ങളിലും ഞങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. ആ സമയത്ത് ഒരു ദിവസം ഫ്ലാറ്റിലെ കെയർ ടേക്കറായ ജീജൻ എന്നയാൾ എന്നെ ഫോണിൽ വിളിച്ച് വേടൻ ആരാണെന്ന് ചോദിച്ചിരുന്നു. ഒരു സാക്ഷിയെ അവർ പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടാണെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. 2023 മാർച്ച് മാസം ഒരു ദിവസം വേടൻ്റെ കൂട്ടുകാരനായ മിജാസിൻ്റെ ഏരൂരുള്ള വീട്ടിൽ ഞങ്ങൾ കൂട്ടുകാരെല്ലാം ഒന്നിച്ചു കൂടിയിരുന്നു. അന്ന് രാത്രിയിൽ ഞാനും വേടനും തമ്മിൽ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടു. പിന്നീട് 2023 ജൂലൈ മാസം 14-ാം തീയതി ഫ്ലാറ്റിൽ വരുമെന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. അന്ന് അവന് എറണാകുളം ലേ മെറിഡിയനിൽ ഒരു കൺസേർട്ട് ഉണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ടായിരുന്നു ലേ മെറിഡിയനിൽ. അത് കഴിഞ്ഞ് വരാമെന്നാണ് പറഞ്ഞത്. വേടന്റെ കൂട്ടുകാരായ അഖിൽ രാമചന്ദ്രൻ, മിസാജ് ബിൻ കലാം എൻ്റെ ഫ്ലാറ്റിൽ ലേ മെറിഡിയനിലെ കൺസേർട്ട് അറ്റൻഡ് ചെയ്യുന്നതിനായി നിന്നിരുന്നു. അവർ ജൂലൈ 14-ാം തീയതി മുതൽ എൻ്റെ ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു. ഞാനും അവരും കൂടി ഒന്നിച്ചാണ് കൺസേർട്ടിൽ പങ്കെടുക്കുന്നതിനായി ലേ മെറിഡിയനിൽ പോയത്. കൺസേർട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് തിരിച്ചു വന്നു. പക്ഷെ വേടൻ വന്നില്ല. അവൻ വരാത്തത് കാരണം ഞാൻ അവൻ്റെ കൂട്ടുകാരായ ഋഷിയെയും ഡാപ്സിയെയും അയൂബിനെയും വിളിച്ചു ചോദിച്ചിരുന്നു. അവനോട് എന്നെ വിളിക്കാൻ ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ ഫോൺ ചെയ്യുമ്പോൾ കൂട്ടുകാർ ഫോൺ എടുത്തില്ല. ജൂലൈ 15-ാം തീയതി രാവിലെ 10 മണിയോടെ വേടൻ എൻ്റെ ഫ്ലാറ്റിൽ വന്നു. ആ സമയം അഖിൽ രാമചന്ദ്രനും മിസാജ് ബിൻ കലാമും ഫ്ലാറ്റിൽ ഉണ്ടായിരുന്നു. അവൻ വളരെ ദേഷ്യത്തിലായിരുന്നു. എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. ഞാൻ ടോക്സിക് ആണെന്നും, അടുത്ത ഭാഗം കേൾക്കണം, മറ്റു പെൺകുട്ടികളുമായി സെക്സ് ചെയ്യാൻ ഞാൻ അവനെ അനുവദിക്കുന്നില്ലെന്നും ഒക്കെ പറഞ്ഞ് അവൻ എന്നെ ചീത്ത വിളിച്ചു. നമുക്ക് പിരിയാമെന്ന് അവൻ പറഞ്ഞു. എന്നിട്ട് അവനും അവൻ്റെ കൂട്ടുകാരും കൂടി അവിടെ നിന്ന് പോയി. അവൻ പോയതിൻ്റെ പുറകെ ഞാൻ അവനെ വിളിച്ചു. അവൻ ഫോൺ എടുത്തു. നമുക്ക് സമാധാനപരമായി സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നീട് ഞാൻ പലവട്ടം അവനെ വിളിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. എന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പറ്റിച്ച് ലൈംഗികമായി പീഡിപ്പിച്ച വേടനെന്ന് വിളിപ്പേരുള്ള ഹിരൺദാസ് മുരളിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് എൻ്റെ ആവശ്യം. അവൻ എന്നെ പിരിഞ്ഞു പോയതിനു ശേഷം ഞാൻ ഡിപ്രഷനിലേക്ക് പോവുകയും എനിക്ക് അതിനുള്ള ചികിത്സ നടത്തേണ്ടതായും വന്നു. അവൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. കൂടാതെ ആളുകൾ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള പേടി കൊണ്ടുമാണ് ഞാൻ മൊഴി പറയാൻ വൈകിയത്. അടുത്തിടയ്ക്ക് കേരളീയം ചാനലിൽ ഒരു സ്ത്രീ വേടൻ അവരെ അബ്യൂസ് ചെയ്തുവെന്ന് പറഞ്ഞ പോസ്റ്റ് ഞാൻ കാണാനിടയായതും
യൂട്യൂബിൽ വേടൻ അവൻ്റെ ആദ്യത്തെ പ്രണയമാണ് അതെന്ന് പറഞ്ഞിട്ട് വീഡിയോയും കണ്ടത് കാരണമാണ് ഞാൻ ഇപ്പോൾ മൊഴി പറയാൻ കാരണം. മൊഴി വായിച്ചു നോക്കി. ശരി, ഒപ്പൻ. പ്രീത ER ASI ഓഫ് പോലീസ് തൃക്കാക്കര PS അവരും ഒപ്പുവെച്ചിട്ടുണ്ട്. ഇതാണ് വേടനെതിരെ ഈ ഡോക്ടർ കൊടുത്തിട്ടുള്ള മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വേടൻ എന്ന് പറയുന്ന ഒരാൾ വലിയ ഒരു താരമായിട്ട് പെട്ടെന്ന് കേരളത്തിൽ വന്നു. അതെ, കേരളത്തിലെ ഇടതുപക്ഷം അങ്ങ് കൊണ്ടാടി. കേരളത്തിൽ ഈ സമീപകാലത്ത് വളരെയേറെ കൊണ്ടാടപ്പെട്ട ഒരാളാണ് ഇയാൾ. ഇവന്റെ വിദ്യാഭ്യാസ യോഗ്യത പോലും അറിയത്തില്ല. ഇവന്റെ ഒരു കവിത, എന്തോ ഒരു പൊട്ട കവിത, അലർച്ച, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിലബസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. MV ഗോവിന്ദൻ എന്ന് പറയുന്ന CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം വരെ വേടന് വേണ്ടി സ്തുതി പാടാൻ ഇറങ്ങി. ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ, വനം വകുപ്പ് റേഞ്ചർമാരുടെ ഒരു സംഘടനയുണ്ട്, കേരള ഫോറസ്റ്റ് റേഞ്ചേഴ്സ് അസോസിയേഷൻ എന്ന് മറ്റാണ് പേര്. അതിൻ്റെ പ്രസിഡന്റ് അദീഷ് എന്ന് പറയുന്ന ഒരു സത്യസന്ധനായ ഓഫീസറാണ്. എനിക്ക് വളരെ വ്യക്തിപരമായി വർഷങ്ങളായിട്ട് അറിയാവുന്ന എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദീഷ് ഒരു ഹാർഡ് കോർ CPM-കാരനാണ്. CPM-ന് വേണ്ടി മരിക്കും. ഇങ്ങനെ CPM-ന് വേണ്ടി ഞാൻ പലപ്പോഴും അദീഷ് പറഞ്ഞിട്ടുണ്ട്, അദീഷ് നിങ്ങൾ യൂണിഫോം ധരിക്കുന്ന ഒരാളാണ്, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ CPM-ന് വേണ്ടി നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് മോശമാണ്. അപ്പോൾ പറയുക ഞങ്ങൾ അളിയാന്ന് വിളിക്കുന്നത്. അളിയാ, അത് പാർട്ടി എൻ്റെ ജീവരക്തമാണ് എന്ന്. അങ്ങനെ അതിൻ്റെ പേരിലൊരു നടപടി വന്നാൽ ഞാനങ്ങ് സഹിക്കും. എനിക്ക് എൻ്റെ പാർട്ടി കഴിഞ്ഞേ എല്ലാം ഉള്ളൂ. ഈ അദീഷും അദീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും വേടൻ്റെ വീട് റെയ്ഡ് ചെയ്തത്. അങ്ങനെയാണ് അവൻ്റെ പുലി മമാല കിട്ടിയത്. പിന്നെ അവൻ്റെ വീട് റെയ്ഡ് ചെയ്ത സംഘം ഞെട്ടിപ്പോയി. അതിൽ ഒരാൾ എന്നോട് പറഞ്ഞതാണ്, ആ വീട്ടിൽ നിറയെ ഏതാണ്ട് 100-150 മദ്യക്കുപ്പിയായിരുന്നു. അലമാര നിറച്ച് അടുക്കി വെച്ചിരിക്കുകയാണ് കോണ്ടത്തിൻ്റെ ഗർഭനിരോധന ഉറകളുടെ പാക്കറ്റ്. അങ്ങനെ അദീഷിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം വേടനെ അറസ്റ്റ് ചെയ്തു. കേസെടുത്ത് കഴിഞ്ഞപ്പോൾ കേരളം അങ്ങോട്ട് ഇളകി മറിഞ്ഞു. ഒരുപക്ഷെ CPM-ന്റെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലായിരുന്നെങ്കിൽ അദീഷ് എന്ന് പറയുന്ന ഈ ഫോറസ്റ്റ് ഓഫീസറെ കേരളം, ഇടതുപക്ഷ കേരളം, നമ്പർ 1 കേരളം നടപടിയെടുത്ത് പുറത്തു നിന്നേനെ. ആ സംഘടന അവരുടെ നേതാവിന് വേണ്ടി, നേതാവ് പറഞ്ഞതാണ് ശരിയെന്ന് കടുത്ത നിശ്ചയദാർഢ്യത്തോടെ ഉറച്ചു നിന്നുകൊണ്ടാണ് അദ്ദേഹത്തെ തൊടാൻ പറ്റാതെ പോയത്. അത് കഴിഞ്ഞു. പിന്നെ അത് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതിയിൽ നിന്ന് അദീഷിന് അനുകൂലമായിട്ടാണ് ഒരു വിധി വന്നത്. സർക്കാരിനെയും വനം മന്ത്രിയൊക്കെ എന്താന്ന് പറഞ്ഞതെന്നറിയാമോ, ഒക്കെ നിശിതമായി വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി വന്നത്. അതവിടെ നിൽക്കട്ടെ. അന്നും ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ട് ഞെട്ടിപ്പോയി. ഒരു ഗായകൻ, കേരളത്തിലെ ചെറുപ്പക്കാരിങ്ങനെ നെഞ്ചേറ്റുന്നൊരു ഗായകൻ, പല വേദികളിലും വേടം പാടുമ്പോൾ പെൺകുട്ടികൾ ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ എവിടെയോ വേടനെ ഒരു പരിപാടിക്ക് വരുമെന്നും പറഞ്ഞു പെൺകുട്ടികൾ കാത്തു നിൽക്കുന്നു. ഞങ്ങളുടെ വേടനെ ഒന്ന് കണ്ടാൽ മതി, ഞങ്ങളുടെ വേടനെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഈ പെൺകുട്ടികളൊക്കെ ആരാധന മൂത്ത് ഇവന്റെ അടുത്ത് വരുമ്പോൾ ഇവൻ മയക്കുമരുന്ന് കൊടുത്ത്, മദ്യം കൊടുത്ത് ഇവരെ ദുരുപയോഗം ചെയ്യുകയായിരുന്നു എന്നതിൻ്റെ ഏറ്റവും ക്ലാസ് ഉദാഹരണമാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി. ഇത് ആദ്യത്തെ പ്രാവശ്യമല്ല, ഇതിനു മുമ്പും പരാതി വന്നിട്ടുണ്ടായിരുന്നു വേടനെതിരെ. വേടൻ എന്ന് പറയുന്ന ഈ ഒരു ആഭാസനെതിരെ, ക്രിമിനലിനെ കണ്ട്, ഈ ആഭാസനെ കണ്ട് പെൺമക്കളെ അഴിച്ചു വിടുന്ന, പറഞ്ഞു വിടുന്ന മാതാപിതാക്കൾ ആലോചിക്കണം. ഇത് വന്നിരിക്കുന്ന വിദ്യാസമ്പന്നയാണ്, ഒരു സർക്കാർ ഡോക്ടറാണ്. ഡോക്ടർമാരുടെ കുടുംബം നിറയെ ഡോക്ടർമാരുള്ള ഒരു പെൺകുട്ടിയാണ് ചതിക്കപ്പെട്ടത്. വിദ്യാഭ്യാസം ഇല്ലാത്ത പെൺകുട്ടിയല്ല. അപ്പോൾ ഇവൻ പാട്ട് പാടുന്നതൊക്കെ എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ട്, എനിക്കൊരു പരിചയക്കാരിയുണ്ട്, കോട്ടയക്കാരിയാണ്. കോട്ടയത്ത് നിന്ന് കവിതയൊക്കെ എഴുതുന്ന ഒരു പെൺകുട്ടി, മനോഹരമായ കവിതകൾ എഴുതും. അവർ ഈ പറഞ്ഞ വേടൻ, വേടൻ മയക്കുമരുന്ന് കഴിച്ചാൽ എന്താ പാപം, അവൻ്റെ സാമൂഹിക പശ്ചാത്തലം ഓർത്തിട്ടൊന്ന് ക്ഷമിച്ചുകൂടെ? വേടൻ ആണേലും കാടനാണേലും രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. വേടൻ മയക്കുമരുന്ന് കഴിച്ചു, ശരി. അതുകൊണ്ട് പിന്നെ വേടൻ വന്ന് പിന്നെയും പറയും ഞാൻ തെറ്റാണ് ചെയ്തത്. ഇവൻ ഇത് തന്നെയാ പരിപാടി. ഇത് മാത്രമല്ല, വലിയ സാമ്പത്തിക തട്ടിപ്പാണ്. ഇവൻ്റെ ഒരു പരിപാടിക്ക് 8 ലക്ഷം 9 ലക്ഷം രൂപയാണ് പ്രതിഫലം വാങ്ങുന്നതെന്നാണ് പറയുന്നത്. ക്യാഷായിട്ടേ മേടിക്കത്തുള്ളൂ. എന്നറിയോ? ടാക്സ് കൊടുക്കണ്ട. മാസത്തിൽ മിക്കവാറും ദിവസം പരിപാടി, 7-8 ലക്ഷം രൂപ പ്രതിഫലം. വലിയ തോതിലുള്ള കള്ളപ്പണ ഇടപാട് നടത്തുന്ന, അത് മുഴുവൻ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാറ്റിവെക്കുന്ന ഒരാൾ. പിന്നെ വേടൻ ദളിതനാണെന്നാണ് പറയുന്നത്. വേടന്റെ അമ്മ ജാഫ്രക്കാരിയാണ്, ശ്രീലങ്കക്കാരിയാണ്. അച്ഛൻ ആരാന്നറിയോ? ദളിതനൊന്നുമല്ല, ഈഴവ സമുദായത്തിൽപ്പെട്ട ആളാണ്. പിന്നെ എങ്ങനെ ദളിതനാണ്? നമ്മുടെയൊക്കെ നാട്ടില് അച്ഛന്റെ ജാതിയല്ലേ പൊതുവിൽ പരിഗണിക്കുന്ന. അതെ. അപ്പൊ പിന്നെ ഇവിടെ ദളിതൻ. അപ്പൊ കള്ളത്തരം പറഞ്ഞ് ദളിത് പരിവേഷം ഉണ്ടാക്കി
ഞാൻ പീഡിപ്പിക്കപ്പെട്ടവനാണ്, ഞാൻ ദരിദ്രനാണ്. പീഡിപ്പിക്കപ്പെട്ടവൻ ദളിതനാണെങ്കിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരാണെങ്കിൽ, പിന്നോക്ക സമുദായക്കാരനാണെങ്കിൽ അവന് മയക്കുമരുന്ന് ഉപയോഗിക്കാം, അവന് കഞ്ചാവ് ഉപയോഗിക്കാം, അവന് സ്ത്രീകളെ പെൺകുട്ടികളെ വശീകരിച്ച് ദുരുപയോഗപ്പെടുത്താം എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ഇപ്പൊ വേടന് വേണ്ടി ഇവിടെ ആർത്തട്ടഹസിച്ച് സോഷ്യൽ മീഡിയയിലും അല്ലാതെയുമൊക്കെ നിലപാടെടുത്ത സംഘടനകളുണ്ടല്ലോ, ഇടതുപക്ഷ സംഘടനകൾ. അവരെന്ത് പറയും? ഈ പരിപാടി മയക്കുമരുന്ന് കേസിൽ വേടൻ പിടിയിലായതിനു ശേഷം സർക്കാരിന്റെ പരിപാടിക്ക് വേടനെ വിളിച്ച് സർക്കാർ ആഭിമുഖ്യം കാട്ടിയില്ലേ? അപ്പോൾ അതിനുള്ള മറുപടി ഏതായാലും ഒരു സ്ത്രീ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തി FIR ഇട്ട് കേസ് വന്നു കഴിഞ്ഞു. ഇനി അങ്ങനെ നിഷേധിക്കാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം, ഇത് 2021 മുതൽ ഇത്രയും ദിവസം പീഡിപ്പിച്ചിട്ട് ഇപ്പോഴാണോ വരുന്നത്? എന്നിട്ട് പറയും ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് നന്നായിട്ടിരിക്കുമ്പോൾ വല്ലതും ചെയ്തിട്ട് പിന്നെ റേപ്പ് പറഞ്ഞാൽ നിൽക്കില്ല. ഇങ്ങനെയുള്ള സാങ്കേതികത്വമൊക്കെ ഇനി പറയാൻ പോകുന്നത് ഇനി. പക്ഷെ ഞാൻ കരുതുന്നു എന്തായാലും ഇടതുപക്ഷ സംഘടനകൾ DYFI SFI ഒന്നും വേടനെ തള്ളി പറയത്തില്ല. കാരണം അവർക്ക് ആവശ്യമുണ്ട്, അവരുടെ റോൾ മോഡലാണ്. അവരുടെ കൂടെ പ്രവർത്തിച്ചാൽ കള്ളിന് കള്ള് കിട്ടും, ഡ്രഗ്സിന് ഡ്രഗ്സ് കിട്ടും, ആവശ്യത്തിന് പെണ്ണും കിട്ടും. ഇതാണ് പ്രലോഭനം. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ സദാചാരം പഠിക്കു പുറത്തെന്ന് പറഞ്ഞിട്ടല്ലേ ആണും പെണ്ണും ഇണചേരുന്ന ചിത്രം വരച്ചു വെച്ചത്? അതെ, ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന മാതൃക. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ബിംബമാണ് വേടൻ. ആ വേടനാണ് ഇപ്പോൾ ഒരു കേസിൽ പ്രതിയായിരിക്കുന്നത്. വേടനെ ഇനി ആരൊക്കെ പിന്തുണയ്ക്കാൻ വരുമെന്ന് നമുക്കെന്ത് കാണണം. ഏതായാലും നമ്മൾ ഈ മൊഴിപ്പകർപ്പ് മുഴുവനായും വായിക്കാൻ കാരണം അതിൽ മറക്കേണ്ട ഭാവമൊക്കെ മറച്ചിട്ടാണ് പറഞ്ഞത്. പേരൊന്നും പറഞ്ഞിട്ടില്ല, സ്ഥലം പറഞ്ഞിട്ടില്ല, ജില്ലയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ എന്തെന്ന് വെച്ചാൽ കേരളത്തിലെ അമ്മമാർ, അച്ഛന്മാർ, മാതാപിതാക്കൾ അറിയണം, നിങ്ങളുടെ മക്കൾ ഈ വേടൻ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആഭാസന്മാരുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ ജീവിതമാണെന്ന് മനസ്സിലാക്കണം. ആ തിരിച്ചറിവിന് വേണ്ടി, ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മൊഴി മുഴുവനായി നമ്മൾ പ്രേക്ഷകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചത്. ഇത് പബ്ലിഷ് ചെയ്യാൻ പറ്റും, ഇത് കാണിക്കാൻ പറ്റില്ല നമുക്ക്, കാരണം അതിനകത്ത് പേരും മറ്റ് വിശദാംശങ്ങളും ഉണ്ട്. അപ്പോൾ ഏതായാലും വേടൻ വെറും ഒരു കാടനായിരുന്നെന്നും സാമൂഹ്യ വിരുദ്ധനായിരുന്നെന്നും ഒന്നാന്തരം ക്രിമിനലായിരുന്നു എന്നും തെളിയുകയാണ് ഈ സംഭവത്തോടെ. ഫർദർ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വേടനെ അറസ്റ്റ് ചെയ്യുമോ? വേടനെ അറസ്റ്റ് ചെയ്യുമ്പോൾ കേരളത്തിലെ തരുണീ മണികൾ ആത്മഹത്യ ചെയ്യുമോ എന്നൊക്കെ നമുക്ക് കാത്തിരിക്കണം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ പെൺകുട്ടി, ഈ ഡോക്ടർ ആദ്യത്തെ സംഭവമല്ല. ഡസൻ കണക്കിന് പെൺകുട്ടികളെ, ഇപ്പൊ നമ്മൾ ധർമ്മസ്ഥല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കുരയ്ക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ ഡസൻ കണക്കിന് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തിട്ടുള്ള ക്രിമിനലാണ് വേടൻ എന്നുള്ള ആക്ഷേപം പരക്കെ ആളുകൾ പതുക്കെയാണെങ്കിലും പറയുന്നുണ്ട്. ഉറക്കെ ഇത് തുറന്നു പറയാൻ ഒരാൾ വന്നിരിക്കുന്നു. അതാണ് ആ മൊഴിയിൽ അവസാനം പറയുന്നുണ്ടല്ലോ, എന്താണ്? നീ മറ്റു പെൺകുട്ടികളുമായി സെക്സ് നടത്താൻ എന്നെ സമ്മതിക്കുന്നില്ല, അതുകൊണ്ട് നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയാണ്. ആ മറ്റു പെൺകുട്ടികൾ ആരൊക്കെയാണ്, എത്ര പേരോട് ഇവൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നത് എനിക്ക് തോന്നുന്നില്ല, പുറത്തു വരുമെന്ന് തോന്നുന്നില്ല. അല്ലെങ്കിൽ പരാതിപ്പെടാൻ ആളുകൾ തയ്യാറാവണം. പക്ഷെ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ പരാതിപ്പെടുന്ന ആളുകളെ മോശക്കാരായിട്ട് പറയും. ഇപ്പൊ ഈ ഡോക്ടറെ വേട്ടയിടാൻ തുടങ്ങും. ഇത്രയും നാളായി അവൾ കൂടുതൽ താമസിപ്പിച്ചിട്ടല്ലേ? 2 വർഷം കഴിഞ്ഞാണ് അവൻ വന്നിട്ട് ആദ്യത്തെ തവണ റേപ്പ് ചെയ്തപ്പോൾ തന്നെ ഇവക്ക് പരാതിപ്പെട്ടുകൂടായിരുന്നു? എന്നിട്ട് 3 ദിവസം താമസിച്ചിട്ടല്ലേ പോണത്? അപ്പൊ അവിടെ സമ്മതമുണ്ട്. ഇതൊക്കെയായിരിക്കും ഇനി പറയാൻ പോകുന്നത്. ഇരയെ വേട്ടയാടാനുള്ള ശ്രമം നടക്കും. ഈ ഇരയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കേരളത്തിൽ എത്ര പേർ മുന്നോട്ട് വരുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.